ഡോക്ടർ സുനിൽ പി ഇളയിടം രചിച്ച ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തു. EMS സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് മാധ്യമപ്രവർത്തക കെ ഷാഹിനയ്ക്ക് മന്ത്രി പുസ്തകം കൈമാറി. EMS സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഡോക്ടർ സുനിൽ പി ഇളയിടം രചിച്ച ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം പ്രകാശനം ചെയ്തത്. മാധ്യമപ്രവർത്തക കെ ഷാഹിനയ്ക്ക് പുസ്തകം കൈമാറി മന്ത്രി പി രാജീവ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ആൽമരത്തണലേകുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സുനിലിൻ്റെ അന്നത്തെ എഴുത്തിൻ്റെ രീതികൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ ജീവൻ അത്ര വേണ്ടാത്ത കണക്കുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എഴുതുമ്പോൾ കുറേ കൂടി വൈകാരിക തലമുള്ള അത്തരം കാര്യങ്ങൾ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അന്ന് സുനിൽ എഴുതാറുണ്ട്. പിന്നെ പഠനകേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ മുൻ മന്ത്രി S ശർമ്മ മുഖ്യാതിഥിയായി. രാംമോഹൻ പാലിയത്ത്, NM പിയേഴ്സൺ, മേഘ്ന മുരളി, NS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഏറ്റുവാങ്ങണം എന്ന് പിന്നീടാണ് മാഷ് പറഞ്ഞത്. അപ്പം മാഷ് എനിക്ക് പുസ്തകം അയച്ചു തന്നിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പോലും ഇത്ര ഉത്തരവാദിത്തത്തോടുകൂടി ഒരു പുസ്തകം വായിച്ച് തീർത്തിട്ടില്ല. ഡോക്ടർ സുനിൽ പി ഇളയിടം മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പറവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.